പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഒരു പഠനവുമായിട്ട്, ഒരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം അവസരം തന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ആദ്യത്തെ ബൈബിൾ സ്റ്റഡി നടത്തിയപ്പോൾ അതില് ദൈവത്തെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ദൈവത്തെ അറിയുക എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച്, ദൈവത്തിന്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ്, സ്വഭാവ ലക്ഷണങ്ങൾ, സ്വഭാവ പ്രത്യേകതകളൊക്കെ ആയിരുന്നു നമ്മൾ ആ സ്റ്റഡിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അതിനുശേഷം കുറച്ച് സമയമെടുത്ത് ഒരു പുതിയ സ്റ്റഡി തുടങ്ങാനായിട്ട്. അത് കുറച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന സമയം ആയതുകൊണ്ടാണ് ആ സമയത്ത് പെട്ടെന്നൊരു സ്റ്റഡി തരാതിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു വിഷയം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വിഷയം നമ്മൾ തുടങ്ങുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിനോടുള്ള ബന്ധത്തിലാണ്. കാരണം ഈ സമയത്ത് ആ വിഷയം എടുക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം, ഇന്നുള്ള നമ്മുടെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളും സമയത്തിന്റെ ചില പ്രത്യേകതകളും, അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ചില പഠനങ്ങളും ഒക്കെ, ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, അതുപോലെ ലോകത്തിൽ നമ്മൾ പറയുന്ന യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ വരവും, അതുപോലെ ലോകരാഷ്ട്രങ്ങളും ഗവൺമെന്റും എല്ലാം കൂടെ അവർ ചെയ്യുന്ന പദ്ധതികളും എല്ലാം കൂടെ നമ്മളൊന്ന് പഠിച്ചപ്പോൾ നമുക്ക് ഈ സമയം നമുക്കിനി അങ്ങനെ മീൻസ് പഴയതുപോലെ ചെലവഴിക്കാൻ പറ്റാത്ത സമയമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു സ്റ്റഡി അത്യാവശ്യമാണെന്ന് തോന്നിയത്. ഓക്കെ, അതിനായിട്ട് ഞാൻ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു വാക്യം നമുക്കൊന്ന് തുടക്കത്തിൽ വായിക്കാം. ഓക്കെ, അതിനായിട്ട് റോമൻ ലേഖനത്തിൽ നിന്ന് തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുന്നു. റോമൻ ലേഖനം 13-ാം അധ്യായം, അതിൻ്റെ 11-ാം വാക്യം തൊട്ട് താഴോട്ട് 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, റോമൻ ലേഖനം അതിൻ്റെ 13-ാം അധ്യായം 11 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, എക്സ്ക്യൂസ് മീ. യെസ്, ഓക്കെ, ഞാൻ വായിക്കാം. ഓക്കെ, നിങ്ങളും ബൈബിൾ നോക്കണം. കാരണം ഞാൻ ഇതിനകത്ത് സ്ക്രീനിൽ അതിൻ്റെ വചനങ്ങൾ കൊടുത്തിട്ടില്ല ഈ പ്രാവശ്യം. ഓക്കെ, നിങ്ങൾ ബൈബിൾ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളത് അയക്കാനും ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും പറ്റും. ഓക്കെ, അത് പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ തന്നെ നോക്കുക. ഓക്കെ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, എക്സ്ക്യൂസ് മീ, ഓക്കെ, റോമർ 13-ന്റെ 11 തൊട്ട് ഞാൻ താഴോട്ട് വായിക്കാണ്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഇവിടെ വായിച്ചിരിക്കുന്ന ഇത് ചെയ്യേണ്ടത് ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ, സ്നേഹത്തെക്കുറിച്ചും നമ്മൾ എങ്ങനെ നമ്മുടെ മറ്റുള്ളവരോടൊക്കെ നമ്മൾ പെരുമാറേണ്ട കാര്യങ്ങളെക്കുറിച്ചും, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ ഉപദേശിച്ചതിന് ശേഷം റോമന്റെ ലേഖനത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് തരികയാണ്. അങ്ങനെ എന്തിനാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതിൽ കൂടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരാൻ. ഉറക്കം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ സ്പിരിച്വലി ഉറങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്പിരിച്വലി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ, ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളതൊരു എന്താ പറയുന്നേ, വിട്ടുകളഞ്ഞു എന്നുള്ള കാരണം കൊണ്ടൊന്നും അല്ല. കാരണം വളരെ നാളുകൾ നമ്മളിങ്ങനെ കർത്താവിന്റെ വരവും പ്രതീക്ഷിച്ചിരുന്നിട്ട് ഒത്തിരി നാളായപ്പോൾ നമ്മളിൽ പലർക്കും, മിക്കവാറും ഉള്ളവരെല്ലാവരും ക്ഷീണിച്ചു പോയിട്ടുണ്ട്. ഒരുമാതിരി ഒരു ഉറക്ക രീതിയിൽ ഒരു എന്താ പറയുന്നേ, പഴയതുപോലെ തുടക്കകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരവസ്ഥയിൽ പലരും, അത് ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ചില തെറ്റായ കാര്യങ്ങളിൽ, ചിലപ്പോൾ ലോകത്തിലുള്ളതിൽ ജീവിക്കണം, മറ്റുള്ളവരെ പോലൊക്കെ ജീവിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കൂടെ വന്ന് അങ്ങനെ ആ ഒരു ലക്ഷ്യബോധം വിട്ടുപോയവരും ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ,
അപ്പൊ ഇനി കാരണം നമ്മൾ ഇപ്പോൾ ഇനി അതിന് സമയമില്ല. അങ്ങനെ നമ്മൾ സമയം അതിനില്ലെന്ന് പറയാൻ കാരണം വചനം പറയുന്നതെന്ന് വെച്ചാൽ ദൈവാസന്മാര്, പ്രത്യേകിച്ച് കാവൽക്കാരെന്നാണ് അതിനെ എഹെസ്കേൽ ലേഖനത്തിൽ പറയുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്ന അവർ അവന് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കണം. അവർ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. എന്നിട്ട് വാൾ വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടെങ്കിൽ അന്നേരം പെട്ടെന്ന് ദൈവമക്കളെ, സഭകളെയൊക്കെ ഈ വിവരങ്ങൾ അറിയിക്കുകയും അവരെ വാണിംഗ് കൊടുക്കുകയും അവർ ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ അവർ ഉണർത്തുകയും, അവർ പിന്മാറ്റത്തിൽ പോയെങ്കിൽ അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വാണിംഗ് ദൈവം നമുക്ക് വചനത്തിൽ തരുന്നുണ്ട്. അപ്പൊ ഈ ദിവസങ്ങളിലുള്ള ഈ ദിവസങ്ങളിലുള്ള അവസ്ഥകൾ കണ്ടപ്പോൾ, അത് ലോകത്തിന്റെയും പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളും ഇസ്രായേലിന്റെ കാര്യങ്ങളും അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ഈ സമയങ്ങള്, പ്രത്യേകിച്ച് 2026 അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്തിൽ കൂടെ നമ്മൾ പോകുന്നു. എന്നാൽ അത് ഞാൻ മാത്രമല്ല പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എവിടെ ദൈവദാസന്മാരുടെ, വലിയ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവദാസന്മാരുടെ സന്ദേശം കേട്ടാൽ അത് മുഴുവനും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. കർത്താവിന്റെ വരവ് മിക്കവാറും ഏറ്റവും അടുത്തിരിക്കുന്നു. അത് പണ്ട് പറഞ്ഞതുപോലെ അല്ല. അത് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും എടുക്കണം. അതിനുള്ള ചില റീസൺസ് എന്താണെന്നുള്ളതാണ് ഈ സ്റ്റഡിയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നിങ്ങളത് കൺവിൻസ് ചെയ്യുക. നിങ്ങളത് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങൾ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമില്ല. ഓക്കെ, അതാണ് ഇത് ചെയ്തതിന്റെ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികൾ തന്നെ. ഓക്കെ, നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല ഇത് പറയുന്നത്. സമയത്തെ അറിയാൻ നിങ്ങൾ പലപ്പോഴും ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അധികം ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. പക്ഷെ അങ്ങനല്ലല്ലോ ദൈവദാസന്മാർ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് അത് സഭയെ അറിയിച്ചുകൊണ്ടും സഭയെ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം നമ്മുടെ ഉത്തരവാദിത്വം അതാണല്ലോ, ദൈവമക്കളെ ക്ഷേമത്തോടെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിച്ച് അവരെ വരയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളെ അറിയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു ഭയപ്പെടുത്താനൊന്നുമല്ല, മറിച്ച് കൂടുതലായിട്ട് തയ്യാറായിട്ടിരിക്കുക. ശരിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നും ഭയപ്പെടാനുള്ള ഒരു കാര്യങ്ങളില്ല. ഭയപ്പെടേണ്ടവരുണ്ട്, അത് നമുക്കല്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികൾ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ദൈവം വരുമെന്ന് നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നല്ലോ. ഇനിയിപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷേ രക്ഷ പൂർത്തീകരിക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ കൂടെ നിത്യതയിൽ എത്തുമ്പോൾ മാത്രമാണ്. അതാണ് പറഞ്ഞ രക്ഷ അടുത്തിരിക്കുന്നത്. പറഞ്ഞാൽ ആ കർത്താവ് നമ്മളെ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ റാപ്ചർ എന്ന് പറയുന്ന, സഭയെ എടുക്കുന്ന, നമ്മൾ നിത്യതയിൽ എത്തുന്ന, അങ്ങ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ ഇനി അധികം സമയമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രത്യേക തരത്തിലുള്ള സ്റ്റഡി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തരാനായിട്ട് ആഗ്രഹിച്ചത്. ഓക്കെ, അതാണ് ഇനി അടുത്തിരിക്കുന്നത്. രാത്രി കഴിവാറായി. അതിന്റെ 12-ാം വാക്യം, രാത്രി കഴിവാറായി. രാത്രി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സമയവും ലോകത്തിന്റെ സമയവും അങ്ങനെയുള്ള ഇമ്മോറാലിറ്റീസും അതെല്ലാം കഴിയാറായി. രാത്രി കഴിവാറായി. മീൻസ് ഇനിയും രാത്രിയാണല്ലോ. മീൻസ് മനുഷ്യരെ ഇഷ്ടം പോലെ ജീവിക്കുന്നത്. അതൊക്കെ അതിൽ നിന്നുള്ള സമയം ഇനിയില്ല. ഇപ്പോൾ പലപ്പോഴും ദൈവമക്കൾ പോലും വളരെ ഒന്നും ശ്രദ്ധയില്ലാതെ ചിലപ്പോൾ ഇമ്മോറാലിറ്റിയിലൊക്കെ അവരും പോകുന്നുണ്ട്. എത്രയും വേഗം തിരികെ വരണം. ഓക്കെ, രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. കർത്താവിന്റെ ദിവസം വരാൻ പോകുന്നു. കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നു. നമ്മളെ സ്വർഗത്തിലെത്താൻ പോകുന്നു. നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ, നമുക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ ദൈവം ഏൽപ്പിക്കാൻ പോകുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സംഭവിക്കാൻ പോകുന്നു. അപ്പൊ രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ച് കളഞ്ഞ്, ഇരുട്ടിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യോജ്യമല്ലാത്ത, ദൈവമക്കൾക്ക് യോജ്യമല്ലാത്ത എല്ലാ പ്രവർത്തികളും വെട്ടുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ദൈവമക്കൾ ധരിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ധരിച്ചുകൊള്ളുക. നമ്മളെ എപ്പോഴാണ് കർത്താവിനെയാണ് ധരിക്കേണ്ടത്. കർത്താവിനെ ധരിച്ചുകൊള്ളുക. കർത്താവിന്റെ രീതിയിൽ നമ്മളെ കാണുന്നവർ കർത്താവിനെ കണ്ട. അതാണ് അടുത്ത വാക്യം. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. കാരണം പകലത്ത് നമ്മളെല്ലാവരും മാന്യരായിട്ടാണ്. രാത്രി ഇച്ചിരി ആരും കാണുന്നില്ലെന്നുള്ള രീതിയിൽ ഇച്ചിരി മാന്യത ഇല്ലാതെ ജീവിക്കുന്ന അതൊരു കോമൺ മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ്. ആരും കാണുന്നില്ലായിരിക്കും, കുറച്ച് ഫ്രീഡം ഒക്കെ. പക്ഷെ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, പകൽ സമയത്ത് എന്ന പോലെ നമ്മൾ എപ്പോഴും
എപ്പോഴും എപ്പോഴും എപ്പോഴും ഇനി ആ പഴയ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് മാന്യമായി നടക്കുക. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും അല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല. പിണക്കത്തിലും അസൂയയിലും അല്ല, ഏതെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം മാറാനും മാറ്റിയെടുക്കാനും ഒക്കെയുള്ള സമയമാണ്. ഓക്കെ, ഇനി അധിക നാളുകളൊന്നും നമുക്കില്ല. ഓക്കെ, കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. നിങ്ങളിൽ എപ്പോഴും എന്താണ്? കർത്താവിനെ തന്നെ കണ്ടെത്തണം, കർത്താവിനെ തന്നെ കാണണം. ഓക്കെ, അല്ല നിങ്ങളിൽ മറ്റൊരു തരത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങളെയും ഇനി കാണാൻ പാടില്ല. ആ അതുപോലെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജനത്തിനായി ചിന്തിക്കരുത്. ഇതാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് നൽകുവാനുള്ള വചനം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞപ്പോഴും ഈ വചനം നിങ്ങളോട് ഞാൻ സംസാരിച്ചതാണ്. എന്നാൽ ഇതിനോട് ബേസ് ചെയ്ത് മറ്റു ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഒന്ന് ഈ വർഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിച്ചിട്ട്, കാരണം എന്തുകൊണ്ടാണ് ഈ കർത്താവ് ഏറ്റവും അടുത്ത് വരാൻ അടുത്തിരിക്കുന്നത് എന്നുള്ളത് ഈ വരുന്ന കുറച്ച് ക്ലാസ്സുകൾ കൂടെ നിങ്ങളെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ്, എപ്രകാരമാണ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ചെയ്യണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ ഇതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാം ഇതിനോടുള്ള ബന്ധത്തിൽ. ഓക്കെ, അതിനായിട്ട് ആദ്യം ഞാൻ ഒരു വാക്യം വായിക്കാൻ പോകുന്നത് അപ്പോസ്തലപ്രവൃത്തി 1:7 അത് ഇതിനുള്ള ബന്ധത്തിലല്ല, നമ്മൾ ഈ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു ഉത്തരം ഞാൻ നിങ്ങളോട് ആദ്യം ഒന്ന് പറയാനായിട്ട് അയക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1:7. അപ്പോസ്തലപ്രവൃത്തി 1:7 അത് എന്താണെന്ന് വെച്ചാല്, ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രാജ്യം, അവർക്ക് രാജ്യം ഇല്ലല്ലോ, അവിടെ ലോകത്തെല്ലാം ചിതറിക്കിടക്കുന്നവരായിരുന്നല്ലോ, ദൈവം കൊടുത്ത ശിക്ഷയൊക്കെ ആയിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞവരെല്ലാം ഞാൻ ഒന്നിച്ചു ചേർക്കും, അവരെ രാജ്യമാക്കും. അപ്പം അതൊക്കെ എപ്പോഴാ സംഭവിക്കുന്നത്? അന്ന് ഇസ്രായേൽ രാജ്യം വന്നിട്ടായിരുന്നു. 1948 മെയ് 14 ആണ് ഇസ്രായേൽ ഫോം ചെയ്തത്. എക്സ്ക്യൂസ് മീ, അതെ, 1948 മെയ് 14 ഇസ്രായേൽ ഫോം ചെയ്തത്. പക്ഷെ അതിനു മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചിതറി കിടക്കായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഈ സദൂക്യരും അവരുടെ കൂടെ ഉണ്ടായ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ ചോദിച്ചു, നീ ഏത് കാലത്തിലാണ് നീ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോ കർത്താവ് പറഞ്ഞു, സമയവും കാലങ്ങളെ കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ദൈവം തന്റെ ഭാഗത്ത് വെച്ചിരിക്കും. അതിന് ഉത്തരം ദൈവം പറഞ്ഞിരിക്കുന്നത്, അവൻ അവരുടെ പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കല്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ദൈവം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് കർത്താവിനോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, ശിഷ്യന്മാരോടും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, നമ്മളോടും അത് അറിയണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം അത് തന്നെ ദൈവത്തിന് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്. കാരണം ചില കാര്യങ്ങളൊന്നും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ദൈവം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ആ സംഭവത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കർത്താവ് അതിനായിട്ട് വേണ്ടി പറഞ്ഞൊരു കാരണം, ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് സമാധാനത്തിനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിനായിട്ടും തന്നെയല്ല, പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിക്കേണ്ടതിനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. അവിടെയാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളില് ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങളും എടുക്കണം. പരീശന്മാരും സദൂക്യന്മാരും കർത്താവിനെ കണ്ട് കർത്താവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെന്ന് നീ പറയുന്ന എല്ലാ ഇതാണെന്നും അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും ഒക്കെ ആയിട്ട് നീ ഒരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞു കർത്താവിനോട്. അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞൊരു വാക്യമുണ്ട്, അതൊരു ജനറലൈസ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയണം. അവരോട് ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകും എന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ശരിയല്ലേ? നമ്മളങ്ങനെ ചെയ്യാറില്ലേ? മഴക്കാറ് കണ്ടാലോ കാറ്റുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത് എങ്ങനെയുള്ള വെതറായിരിക്കും എന്നൊക്കെ നമ്മൾ നല്ല ഒരു ശതമാനം ആൾക്കാർക്കും അതിനെ വിവേചിക്കാൻ അറിയാം. പക്ഷെ അവിടെ പറയാണ്, ഇതൊക്കെ വിവേചിക്കാൻ അറിയാം, എന്നാൽ അത് തെറ്റാണെന്നല്ല, അത് നല്ല 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 കാര്യം തന്നെ. പക്ഷെ അതിനെക്കാട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ?
കാലലക്ഷങ്ങളെ യോജിപ്പാൻ കഴിയില്ല. കാലലക്ഷങ്ങൾ ഇന്നത്തെ കാലം ഈ ലോകം നടക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അവിടെ നടക്കുന്ന ഓരോ ലക്ഷണങ്ങളുണ്ട്. കാരണം ലക്ഷണം ദൈവം പല പല തരത്തിലുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജാതികളുടെ ഇടയിൽ സംഭവിക്കുന്ന ലക്ഷണങ്ങളുണ്ട്, ഇസ്രായേൽ ജനത്തിനിടയിൽ സംഭവിക്കുന്ന ലക്ഷണങ്ങളുണ്ട്, പൊളിറ്റിക്കൽ ഫീൽഡിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കുണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ഉണ്ട്, അതുപോലെ ഇക്കണോമിക്കൽ ഫീൽഡിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതുപോലെ ആകാശ ലക്ഷണങ്ങളുണ്ട്. ഇങ്ങനെ പല ലക്ഷണങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് ഈ ബൈബിൾ സ്റ്റഡിയിൽ പിന്നീട് ഓരോരോ കാര്യങ്ങളായിട്ട് ഞാനത് പറഞ്ഞു തന്നോളാം. അപ്പൊ ഇതിനെയെല്ലാം നമ്മൾ വിവേചിക്കണം. ഈ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ബൈബിളിക്കലായിട്ട് റെവല്യൂഷന്റെ പുസ്തകത്തിലും തെസ്സലോനിക്കയുടെ പുസ്തകത്തിലും പല സ്ഥലങ്ങളിൽ ഇതിന്റെ ആ സിംറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്, തെളിവുകളൊക്കെ തന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലും അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ ലോകവുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം എന്ന് ആണ് കർത്താവ് നമ്മളോട് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് കർത്താവ് എക്സാക്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല, അത് പറയത്തില്ല. പക്ഷേ ആ സമയത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തെ നിങ്ങൾ എല്ലാവരും, ഞാനും ഉൾപ്പെടെ, കാരണം ഈ സമയം ഞാനിത് പറഞ്ഞിരിക്കുന്ന വെറും ഒരു സ്റ്റഡി ആയിട്ടല്ല. കാരണം ഇനി നമുക്ക് അങ്ങനെ ഒരു കാഷ്വലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജനറലായിട്ട് ചുമ്മാ ഒരു പഴയ നേരത്തെ പോയിക്കൊണ്ടിരുന്ന രീതിയിലൊരു മീൻസ് നമുക്ക് അറിയാമല്ലോ, ഒരു സമയം ഇനി ഒരുപാടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു തളർച്ച ഉണ്ടല്ലോ, അതെല്ലാം മാറ്റിയെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അതിനുള്ള സമയമില്ല. അതിനായിട്ട് ചില പ്രൂഫ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ബേസിക്കലി ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പിന്നീട് നമ്മൾ ഈ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അത് നിങ്ങളുടെയും കൂടെ താല്പര്യം അനുസരിച്ചായിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ 2026 എന്ന് പറയുന്ന ഈ വർഷം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ വർഷത്തിന്റെ ചില പ്രാധാന്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 2026, ഓക്കെ. അതെന്തുകൊണ്ടാണ് അതിന്റെ കാൽക്കുലേഷൻ ഒരു പ്രോഫറ്റിക് കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ദൈവദാസന്മാരൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ട്, അത് ഒരാൾ മാത്രമല്ല, വളരെ പേർ ലോകത്തിലെങ്ങുമുള്ള എല്ലാ ഭാഷകളിലും ഗോത്രങ്ങളിലുള്ള ദൈവദാസന്മാരൊക്കെ, അത് ഒരൊറ്റയുടെയും വചനങ്ങൾ കേട്ടിട്ടൊന്നും അല്ല. ഈ 2026 ഒരു വലിയ ക്രിട്ടിക്കൽ ഇയർ ആയിട്ടാണ്. 2026 മാത്രമല്ല, 2026 ടു കമ്മിങ് നിയർ ബൈ ഇയേഴ്സ്. അത് ചിലപ്പോൾ 3-4 വർഷം എടുക്കുക, അല്ലെ ചിലപ്പോൾ 5 വർഷം എടുക്കുക. അത് എത്ര വർഷം എടുക്കുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ ആ ചില ഇന്റലിജന്റ് ആയിട്ടുള്ള അവർ പറയുന്ന കാൽക്കുലേഷൻസ് എന്താണെന്ന് നിങ്ങളെ ഒന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ അതിനകത്ത് അർത്ഥമില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാനത് ക്ലാസ് ആയിട്ട് എടുക്കത്തില്ലായിരുന്നു. പക്ഷെ എനിക്കും അത് അർത്ഥമുണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അതിന് ആദ്യം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തിടണം. ഓക്കെ, ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ ചില കാൽക്കുലേഷൻസ് വേണ്ടി തന്നിരിക്കുന്ന ചില കാൽക്കുലേഷൻ ടെക്നിക്സ് ഉണ്ട്, അതൊന്ന് പറയണ്ട. അതിലൊന്നാമത് സങ്കീർത്തനം 90:4 ഒന്ന് നോക്കിക്കേ. ആദ്യം സങ്കീർത്തനം 90:4. സങ്കീർത്തനങ്ങൾ 90:4. ഓക്കെ, ഞാൻ വായിക്കട്ടെ. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ദൈവത്തിന്റെ ഒരു കാൽക്കുലേഷൻ അതെ. അതായത് നമ്മളൊരു 1000 ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് എത്ര ടൈം നമുക്ക് വന്നോ, അതിനെ ദൈവത്തിന് ഒരു ദിവസം പോലെ മാത്രമേ ഉള്ളൂ. അവിടെ ദിവസങ്ങളും മാസങ്ങളും ഒന്നും ഇല്ലെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ എന്നാലും അവിടുത്തെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ദൈവം ഒരു ദിവസം പോലെ സ്വർഗീയമായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് നോക്കുന്ന ആ ഒരു സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ 1000 സംവത്സരങ്ങൾക്ക് തുല്യമാണ്. 1000 സംവത്സരം. 1000 സംവത്സരം പോയിട്ട് നമ്മൾ 70 സംവത്സരം 80 സംവത്സരം പോലും നമ്മൾ ജീവിച്ചിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു 1000 സംവത്സരം ദൈവത്തിന്റെ അവിടെ ഒരു ദിവസം പോലെ ദൈവം കണക്കാക്കുന്നത്. അതെന്തിനാണെന്നറിയാം, നമ്മുടെ ഈ സമയത്തിന്റെ കണക്കൂട്ടലിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇതേ തന്നെ ഇതുപോലെയുള്ള വാക്യം തന്നെ നമുക്ക് വേറൊരു സ്ഥലത്ത് കാണാം. സെക്കൻഡ് പീറ്റർ അതിന്റെ
നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം, കർത്താവിൻ്റെ അവിടെ ഒരു ദിവസം, കർത്താവിനുള്ള ഒരു ദിവസം 1000 സംവത്സരം വരെ, നമ്മുടെ 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെ, അത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ അവിടെ കർത്താവിൻ്റെ ഒരു ദിവസം നമ്മുടെ ഏകദേശം 1000 സംവത്സരത്തിന് തുല്യമായിട്ടാണ് ദൈവം അവിടുത്തെ കാൽക്കുലേഷൻസ് വരുന്നത്. ഓക്കെ, ഇതെന്തിനാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരാം. ഓക്കെ, അപ്പം കർത്താവ് നമ്മുടെ 1000 സംവത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഒരു കാൽക്കുലേഷൻ വേണ്ടിയിട്ട് പറയുന്നതാണ് 1000 സംവത്സരം ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ അനുസരിച്ച് ഭൂമിയുടെ ഉൽപ്പത്തിക്ക് ശേഷം ഇത് 7th ഡേ ആണ്. നമ്മളിപ്പോൾ 7ാമത്തെ ദിവസമാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഇത് ഭൂമിയുടെ കാര്യമാണ്, അല്ലാതെ എൻ്റെ ക്രിയേഷൻ്റെ കാര്യമല്ല പറയുന്നത്, ഗാലക്സിയുടെ കാര്യമല്ല പറയുന്നത്, മറ്റുള്ള സ്റ്റാർസിൻ്റെയും മറ്റുള്ള ഗ്രഹങ്ങളുടെയും സൂര്യൻ്റെയും അതിൻ്റെ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. അതൊക്കെ സൃഷ്ടിച്ചിട്ട്, അതായത് ടോട്ടൽ സൃഷ്ടി, അതായത് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സൃഷ്ടികളും കൂടെ കൂട്ടി നോക്കിയാൽ ആ സൃഷ്ടികൾ തുടങ്ങിയിട്ട് നമ്മുടെ കണക്കനുസരിച്ച് നിങ്ങൾ ഗൂഗിളിനകത്തൊക്കെ അത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 13.7 to 13.8 ബില്യൺ, നോട്ട് മില്യൺ, ഈവൻ ബില്യൺ ഇയേഴ്സ് മുമ്പാണ് ദൈവം ഈ സൃഷ്ടികളെല്ലാം തുടങ്ങിയത്. നമുക്കറിയാം, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ നമ്മളെ അടിസ്ഥാനം ഇട്ടാന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്തിന് മുമ്പ് തന്നെ നമ്മളെക്കുറിച്ച് ദൈവത്തിന് വിചാരം ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ സബ്ജക്റ്റിൽ വരാൻ പോകുന്ന കാര്യങ്ങളല്ല. എന്നാലും ഞാൻ പറയുന്ന ഒരു കണക്കൂട്ടൽ വേണ്ടി പറയാം. നിങ്ങൾ ഇത്രയും മുന്നോട്ട് പോകണ്ട. ഭൂമിക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല, ഞാനും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഇത്രയും ബില്യൺ ഇയേഴ്സ് ഉള്ളതാ. ഇനി അതിനകത്ത് ചില ഇത് പറയാനുള്ളത്, അതിൽ തന്നെ നമുക്കറിയാമല്ലോ, ഡിനോസറസ് അങ്ങനെയൊക്കെയുള്ള ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഫോസിൽസ് ഒക്കെ നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ നമുക്കറിയാലോ, നമുക്ക് ഈ കൽക്കരി, കോയില എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് പുരാതന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് അത് സെറ്റായിട്ട് കൽക്കരി ആയതാണ്. പക്ഷെ അതൊക്കെ ഏത് കാലത്ത് ഭൂമിക്കടിയിലായ വൃക്ഷങ്ങളാണെന്ന് അറിയാമോ? അതിന് പറഞ്ഞാൽ, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഡിനോസറസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, 252 മുതൽ 66 മില്യൺ വരെ. അതായത് നമ്മൾ അതിന് പുറകോട്ടുള്ള കാര്യം, അത് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ നടക്കുന്നത്. അതായത് യേശുക്രിസ്തുവിന്റെ ജനനം തൊട്ട് ലെഫ്റ്റിലോട്ട് നമ്മൾ 0, 1, 2, 3 അങ്ങോട്ട് ഇടുമ്പം യേശുക്രിസ്തുവിന് ശേഷമുള്ളത് ഇങ്ങോട്ട് 1, 2, 3 എന്നുള്ളത്. അപ്പൊ നമ്മൾ എത്രയും വലിയ നമ്പർ വരുന്നു അത്രയും ദൂരത്തിൽ, അത്രയും മുൻപുള്ള കാര്യമായി പറയുന്നത്. അപ്പം 252 അത്രയും ദൂരത്ത് ബില്യൺ അല്ല, മില്യൺ ഇയേഴ്സ് മുതൽ അങ്ങോട്ട് വന്ന് 66 മില്യൺ ഇയേഴ്സ് വരെ, 66 മില്യൺ ഇയേഴ്സ് വരെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളാണ് ഈ ഡിനോസറസ് ഒക്കെ. അത് ഞാൻ പറയുന്നൊന്നുമല്ല, അല്ലെങ്കിൽ എനിക്ക് അതല്ല, ഞാൻ ഓരോ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടും അതുപോലെ ഇപ്പൊ ഗൂഗിളിനകത്തൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്ന കാര്യമാണ്. അതിന് തെളിയിക്കുന്നത് 252 മില്യൺ ഇയേഴ്സ് തൊട്ട് ഇങ്ങോട്ട് 66 മില്യൺ ഇയേഴ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ച് പിന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി, ഇല്ലാതായി പോകാനുള്ള കാരണം ചരിത്രകാരന്മാർ പറയുന്നത്, അന്നൊരു ആസ്ട്രോയിഡ് വന്ന് ക്ലാഷ് ഉണ്ടായപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും മരിച്ചു. അങ്ങനെ മണ്ണിനടിയിലായി, ഇപ്പൊ അന്നത്തെ മണ്ണിനടിയിലായി പോയി. അങ്ങനെയാണ് ആ ഡിനോസറസും അങ്ങനെയുള്ള ജീവികളെല്ലാം ഇല്ലാതായത്. അങ്ങനെ അത് മണ്ണിനടിയിൽ കിടന്നുള്ള ഫോസിൽസ് ആണ് ഇന്നത്തെ കാലത്ത് മണ്ണിനടിയിൽ നിന്ന് ഭൂമിയിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം അന്നൊന്നും ഭൂമിയെ ദൈവം ഒരുക്കിയിരുന്നില്ല. ഭൂമിയെ അന്നും അത് വെള്ളത്തിനടിയിലായിരുന്നു. വെള്ളത്തിനടിയിൽ ഭൂമി ഉണ്ടായിട്ട് ഭൂമി ഇങ്ങനെ ഒരുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് കുറച്ച് ജീവജാലങ്ങളെയൊക്കെ ആ കാലഘട്ടത്തിൽ വെച്ച് മണ്ണിനെ സെറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്, അതൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാലം തൊട്ട് ഭൂമിയെ ഒരുക്കുന്ന കാലം തൊട്ടുള്ള കാര്യമാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ കാലത്തുണ്ടായിരുന്ന സൃഷ്ടികളും ഒക്കെ കുറിച്ചും അതിനെക്കുറിച്ചും ഗാലക്സികളെ കുറിച്ചും ഒന്നും വേദപുസ്തകം ഇപ്പൊ പറയുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കി തരും ദൈവം. പക്ഷെ ഇപ്പോൾ നമുക്ക് ആവശ്യം ഭൂമിയെക്കുറിച്ചും അതിനുശേഷമുള്ള നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ കുറിച്ചുള്ള അവിടെ തൊട്ടാണ് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത്. അതിനു മുമ്പുള്ള ആദിയിൽ എന്ന് പറയുമ്പോൾ അത് ഈ കാര്യങ്ങളെല്ലാം വരും. അതിന് ശേഷമാണ് ദൈവം മനുഷ്യനോട്ടുള്ള പദ്ധതിയുമായിട്ട് ഭൂമിയെ രൂപാന്തരപ്പെടുത്തുക. നമുക്കറിയാമല്ലോ, ആദിയിൽ നമ്മൾ വായിക്കുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായി കിടന്നിരുന്നു.
കാരണം അന്ന് വെള്ളത്തിനടിയിൽ ഇങ്ങനെ കിടന്നപ്പോൾ മനുഷ്യവാസയോഗ്യം അതിനെ പൂർണ്ണമായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെയാണ് ദൈവം അതിനെ സെറ്റ് ചെയ്ത് മനുഷ്യവാസയോഗ്യമായി ജീവജാലങ്ങളെയൊക്കെ കൊണ്ടുവരാനായിട്ട് ദൈവം അതിനെ സെറ്റാക്കിയെടുത്ത്. അവിടെ തൊട്ടാണ് നമ്മൾ സമയത്തെ എണ്ണുന്നത്. അവിടെ തൊട്ടാണ് സമയത്തെ എണ്ണുന്നത്. അത് പറയുമ്പോൾ പ്രൈസ് നമ്മളിപ്പോ എങ്ങനെ ആക്കുന്നത്, 6000 വർഷമായി ആ രീതിയിൽ ദൈവം ഭൂമിയെ സെറ്റ് ചെയ്യാൻ തുടങ്ങി, മനുഷ്യവാസ യോഗ്യമാക്കി സെറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് ബൈബിളിക്കൽ ഹിസ്റ്ററി. അത് നമ്മൾ ഗൂഗിളിൽ നോക്കിയാലും അത് നമുക്കത് മനസ്സിലാക്കാം. 6000 ഇയേഴ്സ്. അപ്പൊ 6000 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 6000 എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു ദിവസം 1000 സംവത്സരത്തിന് തുല്യമാണെന്നുണ്ടെങ്കിൽ 6000 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചോളം 6 ഡേയ്സ് കഴിഞ്ഞു. 6 ഡേയ്സ് കഴിഞ്ഞു. ഇതിനെ ഞാൻ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിനൊന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനാണ്. ഇപ്പൊ ഞാൻ അത് നോക്കിയപ്പോൾ എന്താ പറയാ, നമ്മൾക്കറിയാമല്ലോ കർത്താവ് ഒരിക്കൽ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചു നോഹയുടെ കാലത്ത്, അല്ലേ? ആ കാലം കണക്കിൽ വരുന്നത് 2348 BC-യിലാണ്. 2003 അന്ന് തൊട്ട് 2304 BC വരെയാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത്. 2348 BC-യിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത്. 2348 BC, അതായത് 2000 ഇയേഴ്സ്, അതായത് ഭൂമി ഒരുക്കാൻ തുടങ്ങി 2000 ഇയേഴ്സ് ആയപ്പോൾ 2300 അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് ആയിട്ടുള്ളതൊന്നും അല്ല. ഏകദേശം 2300 ഇയേഴ്സ് അല്ലെങ്കിൽ 2000 ഇയേഴ്സ് എന്നുള്ളത് എടുത്താൽ മതി. അപ്പം 2000 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നോഹയുടെ ഫ്ലഡ് വരുമ്പം ദൈവത്തെ സംബന്ധിച്ചുള്ള എത്രാമത്തെ ദിവസമായിരുന്നത്? അത് സെക്കൻഡ് ഡേ ആണ് അല്ലേ? നോഹാസ് ഫ്ലഡ് ദൈവത്തിന്റെ സെക്കൻഡ് ഡേ. അതായത് ദൈവത്തിന്റെ സെക്കൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ഭൂമി തുടങ്ങിയിട്ട് സെക്കൻഡ് ഡേ. ഓക്കെ, രണ്ടാമത്തെ ദിവസം ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി, മനുഷ്യനെ കൊന്നു. പിന്നെ ശേഷം ദൈവം അതിന് എഗ്രിമെന്റ് ചെയ്യുന്നതും പിന്നെ മഴവില്ലിനെ സിമ്പലായിട്ട് കൊടുക്കുന്നതും ഒക്കെ. അതിനുശേഷം അടുത്ത ഒരു 2000 ഇയേഴ്സ് വരെ ഈ ഭൂമിയിൽ ദൈവം അറിയാമല്ലോ, മനുഷ്യൻ പിന്നെ നോഹയുടെ കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പിന്നീട് വരികയും പിന്നെ അതിനുശേഷം മോശയിൽ കൂടെ ഒരു ന്യായപ്രമാണം കൊടുക്കുകയും ഒക്കെ. അതിനിടയിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതും പിന്നെ മോശയിൽ കൂടെ ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നതും, ന്യായപ്രമാണം കൊടുത്ത് കുറെ കാര്യം, അതായത് 1600 വർഷത്തോളം ന്യായപ്രമാണത്തിന്റെ കാലം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് മുമ്പ് തൊട്ട് തന്നെ, അതായത് നോഹയുടെ പ്രളയം മുതൽ തന്നെ ഏകദേശം 2000, ഏകദേശമാണ്, എക്സാക്ട് അല്ല, അറൌണ്ട് 2000 ഇയേഴ്സ് ആണ് യേശുക്രിസ്തുവിന്റെ ജനനസമയം വരെ ഉള്ളത്. യേശുക്രിസ്തുവിന്റെ ജനനസമയം, അതായത് കൃപായുഗം തുടങ്ങുന്നിടം വരെ, അതായത് നോഹയുടെ പ്രളയം മുതൽ യേശുക്രിസ്തുവിന്റെ ജനനസമയം കൃപായുഗം വരെ ഏകദേശം 2000 ഇയേഴ്സ് ആണ്. നമ്മുടെ അത് കണക്കനുസരിച്ച് 2000 ഇയേഴ്സ് ആണ്. അപ്പം ആദ്യം ഉൽപ്പത്തി തൊട്ട് നോഹയുടെ പ്രളയം വരെ 2000, അപ്രോക്സിമേറ്റ് 2000 ഇയേഴ്സ്. അവിടെ തൊട്ട് യേശുക്രിസ്തുവിന്റെ ജനനം വരെ 2000 ഇയേഴ്സ്, അതായത് 4000 ഇയേഴ്സ്. ഇപ്പൊ 2026 ആണല്ലേ? അപ്പൊ യേശുക്രിസ്തു ജനനം തൊട്ട് ഇങ്ങോട്ട് അപ്പൊ എത്രയായി? 6000, അപ്രോക്സിമേറ്റ് 6000 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വേറൊരു കാര്യം കൂടി, നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറയുന്നത്, യേശുക്രിസ്തു ജനിച്ച കാലം തൊട്ടാണ് നമ്മൾ AD എന്ന് എണ്ണുന്നത്. BC, ബിഫോർ ക്രൈസ്റ്റ്, AD എന്ന് എണ്ണുന്നത്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ജനനസമയത്ത് കലണ്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും കണക്കൂട്ടലനുസരിച്ച് പണ്ഡിതന്മാർ കണക്കൂട്ടിയപ്പോൾ, അതായത് നമ്മുടെ ബൈബിളിക്കൽ പണ്ഡിതന്മാർ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജനമെല്ലാം കണക്കാക്കിയപ്പോൾ എക്സാക്ട്ലി BC എന്ന് നമ്മൾ കണക്കൂട്ടുന്ന ആ സമയത്തല്ല കർത്താവ് ജനിച്ചതെന്നും BC 4 യേശുക്രിസ്തു ജനിച്ചതെന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ വന്നിട്ടുണ്ട്. നേരത്തെയുള്ള സ്റ്റഡി BC 4. BC എന്ന് പറഞ്ഞാൽ AD തുടങ്ങുന്നതിന് 4 വർഷം മുമ്പ്. BC 4 അപ്പൊ ഈ BC 4, BC 3, BC 2, BC 1, പിന്നെ AD തുടങ്ങുന്നത്. അപ്പൊ ആ BC 4 കൂടെ കയറി, BC കൂടെ 4 വർഷം കഴിഞ്ഞ് പിന്നെ AD-യിലോട്ട് കയറി 26 വർഷം കഴിയുമ്പം യേശുക്രിസ്തുവിന് 30 വയസ്സായി. യേശുക്രിസ്തു ജനിച്ചത് BC 4 അപ്പൊ 26 വയസ്സാകുമ്പം -4 വന്നിട്ട് പിന്നെ 26 വരുമ്പോൾ 30 വയസ്സാകത്തില്ലേ? ആ 30 വയസ്സിലല്ലേ യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങിയത്? അപ്പൊ AD 26 യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങിയെങ്കിൽ ഇത് 2026 അല്ലേ? അപ്പൊ ആ കഴിഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞില്ലേ? അപ്പൊ 2026 എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞില്ലേ?
മനസ്സിലായില്ലേ? കൃപായുഗം തുടങ്ങുന്നതിന് മുന്നേ 4000 ഇയേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നെ ഇവിടെ ഇപ്പൊ 2000 ഇയേഴ്സോളം ആയി. ഇപ്പൊ 2026 ആകുമ്പോൾ അതായത് 2000 ഇയേഴ്സ് കൂടെ കഴിഞ്ഞു. ഏതാണ്ട് 6 ഡേയ്സ് കഴിഞ്ഞു. 6 ഡേയ്സ് കഴിയുമ്പോൾ 6 ഡേയ്സ് കഴിയുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നത് 6th ഡേയ്സ് കഴിയുമ്പോൾ 7th ഡേയെ ദൈവം വിശുദ്ധീകരിച്ചു. അതിനെ ശബ്ബത്ത് ദിവസം എന്നുള്ള രീതിയിൽ എണ്ണി. ഈ ശബ്ബത്ത് ദിവസം എന്ന് ഉദ്ദേശിക്കുന്നത് അത് ആ വർക്കെല്ലാം കഴിഞ്ഞ് ഇനി ആ വർക്കിന്റെ റിസൾട്ടിൽ അത് എൻജോയ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള സമയമാണ്. അപ്പൊ 7th ഡേ എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും പ്രാക്ടിക്കലായിട്ട് വർക്കിങ്ങിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളായിരിക്കുന്ന 7th ഇയറിന്റെ എൻട്രൻസിലാണ്. ദൈവത്തിന്റെ 7th ഇയറിന്റെ എൻട്രൻസിലാണ്. അതായത് ഇത് ദൈവം ഉദ്ദേശിച്ച പഴയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന കാലഘട്ടത്തിന്റെ തുടക്കങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. മനസ്സിലായി നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതായത് ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന എപ്പോഴാണ്? കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുശേഷം സ്വർഗരാജ്യം ഇതിന്റെയൊക്കെ ഇനാഗുറേഷൻ ഉണ്ട്, ഇംപ്ലിമെന്റേഷൻ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നമുക്ക് തിരിച്ചു വരേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാമാണ് ഇനിയിപ്പോൾ പെട്ടെന്ന് സംഭവിക്കാനുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് 2026 എന്ന് പറയുന്നത് ദൈവത്തിന്റെ 7th ഡേ ആയിട്ടാണ് എല്ലാവരും. അതിപ്പോ 1-2 പേരൊന്നുമല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചില കാൽക്കുലേഷൻസിനെ കുറിച്ചൊക്കെ എല്ലാവരും ഓരോന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനല്ല. കേൾക്കുന്നവരല്ല, അവരെല്ലാവരും ഇത് പഠിച്ചിട്ട് ഓരോരോ സ്റ്റഡീസ് നടത്തുന്നുണ്ട്. ആ സ്റ്റഡീസിൽ കൂടെ ഇത് ഏകദേശം ആ സമയമായി എന്ന് കരുതി ഇന്ന് വരുമെന്നോ നാളെ വരുമെന്നോ അല്ലെങ്കിൽ ഈ വർഷം വരുമെന്നോ അങ്ങനൊന്നും നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ് മേ ടേക്ക് ഹിസ് ഓൺ ടൈം, ഗോഡ് വിൽ ടേക്ക് ഹിസ് ഓൺ. ബട്ട് എനിവേ നമുക്ക് ദൈവം പറഞ്ഞ അനുസരിച്ച് നമ്മൾ എപ്പോഴും എന്താ പറയുന്നത്, കാലലക്ഷങ്ങളെ തിരിക്കണമെന്ന് കർത്താവ് തന്നെയല്ലേ പറഞ്ഞേ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ മെസ്സേജ് ഇപ്പോൾ പ്രധാനമായിട്ട് തരുന്നത്. ഒന്ന് 2026 പ്രത്യേകത മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. 2026 എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രത്യേകം തുടർന്ന് വരുന്ന 3-4 വർഷം. കാരണം അത് ആ സമയം എപ്പോഴാണ് കർത്താവ് വരാൻ പോകുന്നത് എന്നുള്ള എക്സാക്ട് ഡേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ദൈവത്തിന് സമയം ആവശ്യമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യട്ടെ. അതപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിലുള്ള കാര്യമല്ലേ. പക്ഷെ എന്നാലും നമ്മൾ നമ്മൾ ഒന്ന് ഉണർന്നിരിക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള വിലയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കണം. പിന്നെ ഇനി അത് നമ്മുടെ ഒരു ടൈമിന്റെ കണക്കൂട്ടലനുസരിച്ചായിരുന്നല്ലോ 2026 എന്ന് പറയുന്നത് 7th ഡേ ആണെന്നുള്ളത് മനസ്സിലായി. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ഞാനത് നിങ്ങൾക്ക് ശ്രമിക്കാം, നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഈ പ്രാപഞ്ചിക ലക്ഷണങ്ങളൊക്കെ പഠിക്കണം, ഇസ്രായേലിന്റെ ലക്ഷണങ്ങളൊക്കെ പഠിക്കണം. ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലൊക്കെ എന്താ പറയുന്നത്, പ്രഗതി മൈതാനിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മീറ്റൊക്കെ നടന്നതെന്ന് പറഞ്ഞ് വളരെ എന്താ പറയുന്ന അറിയാമോ, ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ. വളരെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യങ്ങളില്ല. പക്ഷേ മറ്റു പലർക്കും ലോകത്തിലുള്ള ജനങ്ങൾ, കർത്താവിൽ രക്ഷിക്കപ്പെടാത്ത ജനങ്ങൾക്കൊക്കെ വളരെ ഭയപ്പെടേണ്ട കാര്യങ്ങൾ അതൊക്കെ എന്താന്ന് ഇപ്പൊ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ. ഇന്ന് എനിക്കത് പറയാനുള്ള സമയമില്ല. ഇനി തുടർന്നുള്ള നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ആ ക്ലാസ്സുകളിൽ കൂടെ നമ്മൾ കുറച്ച് എന്തുകൊണ്ടാണ് ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് തുറന്ന് പഠിക്കാം. ഓക്കെ, ഇന്ന് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് കാരണം സമയം ഇനി നമുക്ക് അധികമില്ല. ഇനി നമുക്ക് അത് പണ്ട് കാലങ്ങളിൽ പറയുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല. കാരണം ഇതൊരു കാവൽക്കാരെന്നുള്ള നിലയിൽ ദൈവദാസന്മാരെ കാവൽക്കാരെന്നാണ് എഹെസ്കേലിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാൾ വരുമ്പോൾ, ദൈവത്തിന്റെ നിയമപ്രകാരം ലോകത്തിനുള്ള ന്യായവിധി വരുമ്പോൾ നിങ്ങളുടെ സഭയിലുള്ളവർ അല്ലെങ്കിൽ ദൈവമക്കൾ, ഇസ്രായേൽ മക്കൾ, അവർ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞ ദൈവസഭയിലുള്ളവർ നഷ്ടപ്പെട്ടു പോയാൽ ദൈവദാസന്മാരോട് പറഞ്ഞിരിക്കുന്നത്, അവരുടെ രക്തത്തിന്റെ വില ഞാൻ നിങ്ങളോട് ചോദിക്കും. അവരെന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി? നിങ്ങളെ അല്ലേ ഏൽപ്പിച്ചത്? എന്തുകൊണ്ട് സമയത്തിന് അവർക്ക് വാണിംഗ് കൊടുത്തില്ല എന്നൊക്കെയുള്ള പറയേണ്ട ഉത്തരവാദിത്വം ദൈവദാസന്മാർക്കുള്ളതാണ്. എന്നാൽ പറഞ്ഞിട്ടും അവർ തിരിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവർ നഷ്ടപ്പെട്ടു. പക്ഷെ അവരുടെ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ നിന്നോട് ചോദിക്കത്തില്ല. ഇത് അന്നത്തെ ആ കർത്താവിന്റെ സ്വഭാവം അത് ഇന്നുമുണ്ട്. ഇന്നും എല്ലാ ദൈവദാസന്മാർക്കും എല്ലാവർക്കും കണക്ക് ബോധിപ്പിക്കേണ്ടതുണ്ട്. ഓരോ ആത്മാക്കളുടെയും കണക്ക് ബോധിപ്പിക്കണം. അപ്പൊ നിങ്ങൾ എപ്രകാരമായിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, നിങ്ങളെ സമയത്തിന് വേണ്ട വാണിംഗ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഞങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ബൈബിൾ സ്റ്റഡി. ഓക്കെ, തുടർന്നുള്ള ഈ വിഷയങ്ങളുടെ ഇമ്പോർട്ടൻസ്
അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ തരാം. ഓക്കെ, ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.